മോഹൻലാലിന്റെ ബോയിങ് ബോയിങ് സിനിമ പോലെ കോമഡി ഫുൾ നിങ്ങളെ പൊന്നെ അതിന്റെ അയലൊക്കെ കെട്ടിയിട്ട് അടിക്കാൻ കൊള്ളൂല. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന എന്താ പറയാ തമാശകളും കാര്യങ്ങളൊക്കെയാണ്. പടം കോമഡി കൊള്ളാം. ഒരു പാട്ടും കൊള്ളാം, കോമഡിയും ഉണ്ട്. കഥയുണ്ട്. ഈ മറ്റേ മോഹൻലാലിന്റെ ബോയിങ് ബോയിങ് സിനിമ പോലെ കോമഡി ഫുൾ നിങ്ങളെ ഷൈമൻ ചാക്കോ രണ്ടുപേരും കുഴപ്പമില്ല, സൂപ്പറായിട്ട് കോമഡിയാണ്. ഞരമ്പ് രോഗി എന്ന് പറയും, അതുപോലെ കോമഡി ടൈം പാസ് മൂവി. മൂന്നുപേരും കുഴപ്പമില്ല, രണ്ടുപേരും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം നല്ല പെർഫോമൻസ് വെച്ചുള്ള ഒരു പടമാണ്. അതായത് ഒരു 5-6 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അതായത് ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ 5-6 ക്യാരക്ടേഴ്സാണ് സ്ക്രീനിൽ കൂടുതലും ഉള്ളത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, ദീപ്തി സതി, പിന്നെ ചാന്ദിനി എന്നാന്ന് തോന്നുന്നു അവരുടെ പേര്, പുള്ളിക്കാരി, അജു വർഗീസ്, അങ്ങനെ ഒരു 5-6 ക്യാരക്ടേഴ്സ് ഉള്ളൊരു പടമാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന എന്താ പറയുക തമാശകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ആവറേജ് മൂവി, നമുക്കൊന്ന് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്നൊരു കാര്യം. സിറ്റുവേഷൻ കോമഡീസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വരുന്ന കൗണ്ടേഴ്സും കാര്യങ്ങളാണ്. ഓവറോൾ കുഴപ്പമില്ല. 2 മണിക്കൂർ ഡ്യൂറേഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്നൊരു പടമാണ്. എടുത്തു പറയേണ്ടത് സ്ക്രിപ്റ്റ് സ്റ്റോറിയേക്കാളൊക്കെ ഉപരി ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടേക്കുന്ന പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന. ഉണ്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഈ ക്യാരക്ടേഴ്സ്, അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, നമ്മുടെ ദീപ്തി സതി, അജു വർഗീസ്, അങ്ങനെ ഒരു 4-5 ക്യാരക്ടേഴ്സാണ് എല്ലാ ടൈമും ഉള്ളത് സ്ക്രീനിൽ. അതെ അവരെ കോംബോ കൊള്ളാം. വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷൈൻ ടോമും ആണ് ഒരു ലീഡെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ. കുറച്ചും കൂടെ സ്കോർ ചെയ്തേക്കുന്നത് ഷൈൻ ടോമാണ്. കാരണം ചിരിക്കാൻ കൊള്ളാം, ഫാമിലിയായിട്ട് കാണാൻ. അഭിനയിച്ചതെല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചിരിച്ചു. കണ്ടന്റും ഇല്ല ഫിലിമിൽ, ചുമ്മാ വിഹിത അത്ര തന്നെ. കോമഡിയാണോ?